whatever help is required from their side also we will give. But it is a unanimous decision what we have taken, that find out the body or it's a truck also. Okay, so And we are now in Arjun's hometown. How you feel the scene? it is really, first of all, I thanks to you media people. Media people never went from that particular barricade. Every day, like a duty, your people have made, media. I am telling you. And while coming here, I talked to her mother also, his mother. Yeah. And his sister also, Anju. And I told സതീഷ് കൃഷ്ണ സൈൽ MLA ആണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ദൗത്യത്തിന്റെ തുടക്കം മുതൽ തന്നെ അവസാനം വരെ ഈ ദൗത്യത്തിനൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് സതീഷ് കൃഷ്ണ സൈൽ. ഈ ദൗത്യത്തെ എല്ലാ രീതിയിലും ഏകോപിപ്പിച്ചിരുന്ന ആളാണ്. ജോസഫ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ജോസഫ്, ഇപ്പോൾ സതീഷ് കൃഷ്ണ സൈൽ പറയുന്നത് ഈ അർജുന്റെ അമ്മയ്ക്ക് കൊടുത്ത ഒരു വാക്കുണ്ട്, അർജുനെ കണ്ടെത്തുമെന്നുള്ളത്. ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായും സതീഷ് കൃഷ്ണ സൈൽ ഇന്നലെയും പ്രതികരിച്ച സമയത്ത് അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. എനിക്ക് ഏറെ സന്തോഷമുണ്ട്, അർജുന്റെ കുടുംബത്തിന് നൽകിയ വാക്ക് പാലിക്കാൻ സാധിച്ചു. അർജുന്റെ അമ്മ ആവശ്യപ്പെട്ടത് മകന് കർമ്മം ചെയ്യാനെങ്കിലും ശരീരത്തിന്റെ ഒരു ഭാഗമെങ്കിലും താങ്കൾ എനിക്ക് എത്തിച്ചു തരണമെന്നാണ്. പക്ഷേ സതീഷ് കൃഷ്ണ സൈൽ മകനെ മുഴുവനായും അദ്ദേഹത്തിന്റെ എല്ലാ സമ്പത്തും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒന്നടങ്കം തന്നെ തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വികാരപരമായ ഒരു കാര്യം. അദ്ദേഹം ഈറനണിഞ്ഞ കണ്ണുകളോടെയാണ് കാർവാർ ആശുപത്രിയുടെ മോർച്ചറിയുടെ മുമ്പിൽ നിന്ന് അദ്ദേഹം ഇന്നലെ പുറപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയും രണ്ടുപേരെ കൂടി കണ്ടെത്താനുണ്ട്, ഇനിയും അത് തുടരും. കാരണം അവരും ഇവരും എല്ലാവരും നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, നമ്മൾ ഭാരതാംബയുടെ മക്കളാണ് എന്നാണ്. അതുകൊണ്ട് ഇവർ മലയാളികൾ, കന്നഡക്കാർ, അങ്ങനെ ഒരു വ്യത്യാസമില്ല. അർജുൻ ഞങ്ങളുടെ മകനാണ് എന്ന് തന്നെയാണ് വികാരാതീതനായി അവസാനം കാർവാർ ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യസന്ധമായിരുന്നു. കാരണം ഇതിന്റെ തുടക്കം മുതൽ പല ഘട്ടങ്ങളിലും വളരെ പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന സാഹചര്യങ്ങളിലെല്ലാം സതീഷ് കൃഷ്ണ സൈൽ എന്ന അമാനുഷിക മനുഷ്യൻ പിറവിയെടുക്കുകയും ഈ ദൗത്യത്തെ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു നിശ്ചയദാർഢ്യം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ദൗത്യം 1ാം ഘട്ടത്തിലോ 2ാം ഘട്ടത്തിലോ ഒരുപക്ഷെ 3ാം ഘട്ടത്തിലോ നിന്നു പോകുമായിരുന്നു. ഡ്രഡ്ജർ കമ്പനി അവസാന ഘട്ടത്തിൽ 3 ദിവസത്തിന് ശേഷം ഈ തെരച്ചിൽ നിർത്താൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് പരിശോധന പൂർത്തിയാക്കി ഞാൻ തീരുമാനിക്കും എപ്പോൾ ഇത് പോകണം എന്ന്. അദ്ദേഹം അത്രയും ആർജവമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഈ യന്ത്രസാമഗ്രികളെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയും, ഭൂമി എക്സ്കവേറ്ററുകൾ എത്തുമെന്ന് പറഞ്ഞാൽ എത്തിയിരിക്കും, അത് ഇന്ന സമയത്തിനുള്ളിൽ എത്തിയിരിക്കും. അങ്ങനെ ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു നേതാവ്, നേതൃത്വമുള്ള ഒരു നേതാവ്, മാനുഷിക പരിഗണന, എല്ലാ സഹജീവികളോടും പരിഗണന നൽകുന്ന ഒരു നേതാവ്, ആർക്കും എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടി ചെല്ലാൻ പറ്റുന്ന ഒരു നേതാവ്. അത് എല്ലാ കാര്യങ്ങൾ കൊണ്ടും അദ്ദേഹം ഒരു നേതാവായി തീർന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് സേവിക്കേണ്ടത് എന്നതിനെ കുറിച്ച് 72 ദിവസം ഞാൻ കുറെ കാര്യങ്ങൾ കൂടി പഠിച്ചു എന്നുള്ളതാണ്. കാരണം ഈ ദൗത്യത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ കൂടി എന്നെ പഠിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഈ വീട്ടിലേക്ക് ഈ മൃതദേഹം എത്തുന്ന ഒരു ഘട്ടത്തിൽ ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് സതീഷ് കൃഷ്ണ സൈൽ. അങ്ങനെ ഈ ദൗത്യത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കൊടുത്ത വാക്ക് പാലിക്കുന്ന സത്യസന്ധനായ കരുണയുള്ള ഒരു നേതാവ്. അങ്ങനെ മാത്രമേ സതീഷ് കൃഷ്ണ സൈലിനെ വിശേഷിപ്പിക്കാൻ സാധിക്കൂ. നിതീഷ്, ഓർമ്മകൾ ഓടിക്കളിക്കുന്ന നാട്ടുവഴികളിലൂടെ അർജുൻ്റെ ഭൗതികദേഹവും വഹിച്ചുള്ള വിലാപയാത്ര ഇപ്പോൾ വീട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുകയാണ്. ഊഹിക്കാവുന്നതിലും അപ്പുറമുള്ള ഒരു ജനക്കൂട്ടമാണ് ആ വിലാപയാത്രയ്ക്ക് ഒപ്പമുള്ളത്. ജനപ്രതിനിധികളടക്കമുള്ളവർ കാൽനടയായാണ് ആ വിലാപയാത്രയെ അനുഗമിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് എത്തിച്ചേരും. പ്രിയപ്പെട്ടവന് അന്തിമോപചാരം അർപ്പിക്കാൻ ഒരു നാടൊന്നാകെ അവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. അർജുൻ കളിച്ചു വളർന്ന നാട്ടുവഴികളിലൂടെയാണ് ഇപ്പോൾ ഭൗതികദേഹവും വഹിച്ചുള്ള വിലാപയാത്ര നീങ്ങുന്നത്.
റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ് പല ഘട്ടങ്ങളിലും അവിടെ കണ്ണാടിക്കലിൽ എത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇത്രത്തോളം വികാരനിർഭരമായൊരു യാത്രാമൊഴി പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും ഇല്ല എന്നുള്ളത് തന്നെയാണ്. പലതവണ കണ്ണാടിക്കലിലെ അർജുന്റെ വീട്ടിലെത്തുമ്പോഴും അർജുൻ ജീവനോടുകൂടി തിരികെ വരെ കണ്ടത് തന്നെ ശ്രദ്ധിക്കുക. അർജുന്റെ അത്ഭുതമായ നയിച്ച് പാത്രബന്ധം ഉണ്ടാക്കാൻ സാധിക്കുന്ന പ്രേതങ്ങൾ അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തെ വ്യക്തിപരമായി കണ്ടു. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം നിന്നും വിവിധ പരിക്കേറ്റ് അവിടെ കിടപ്പിലാണ് ഇപ്പോൾ അദ്ദേഹമുള്ളത്. ആ കിടപ്പിലായതിനെ ഒന്നുകൂടി തളർത്തുന്ന ഒരു വിശേഷമാണ് അതിന്റെ ഭൗതികദേഹം കണ്ടെത്തി എന്നുള്ളത്. വലിയ വേദനയാണ് ആശങ്ക